കളമശ്ശേരി നഗരസഭാ ഓഫീസിൽ സൂപ്രണ്ട് അടക്കം 6 ഉദ്യോഗസ്ഥർക്ക് കൂട്ട ഡെങ്കിപ്പനി. നഗരസഭാ പരിധിയിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്നുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, എന്താണ് ഇവരുടെ ആരോഗ്യാവസ്ഥ? എന്തുകൊണ്ടാണ് ഈ രോഗബാധ? 6 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റു പലർക്കും രോഗലക്ഷണങ്ങളുമുണ്ട്. മാത്രമല്ല, നഗരസഭാ പരിധിയിൽ ആകെ പലർക്കും ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ ഒരു നല്ല മഴ പെയ്തിരുന്നു. അതിനുശേഷം പലയിടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മഴ അല്പം കുറവായിരുന്നു. ഇന്നാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ഒന്ന് മഴ പെയ്തത്. അപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഡെങ്കി വ്യാപകമാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഉണിച്ചിറ, അതോടൊപ്പം തന്നെ നഗരസഭ, ഈ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന പരിസരം, ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ തന്നെയാണ്, ഈ നഗരസഭാ പരിധിയിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് ഡെങ്കിപ്പനി ഇനിയും സ്ഥിരീകരിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. പക്ഷേ ഇതിൽ ഉണ്ടായി പോയിട്ടുള്ള ഒരു വിഷയമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് വെള്ളം പലയിടങ്ങളിലും കെട്ടിനിൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഉള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇനി കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ നഗരസഭയുടെ പൊതുവിലുള്ള പ്രവർത്തനങ്ങളെ, കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങളെ ആ രീതിയിൽ ബാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും പലർക്കും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ വീണ്ടും ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ കൂടുതൽ ഈ നഗരസഭാ പരിധിയിലെ ആളുകൾക്കുൾപ്പെടെ കൂടുതൽ പേരിലേക്ക് ഡെങ്കിപ്പനി പടരുന്ന സ്ഥിതി ഉണ്ടാകും.